ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിനകത്ത് ഇപ്പൊ ആ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് നടന്നതിപ്പം തീരാറായ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് അനീഷ് ഒരാവശ്യമില്ലാതെ ഷാനവാസിന്റെ മണ്ടയ്ക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത്. രേണുസുതിക്ക് എന്തോ ഒരു തലവേദന ഉണ്ട് എന്ന് പറയാൻ നേരത്ത് ഷാനവാസ് അങ്ങനെ പറഞ്ഞു. ഷാനവാസ് ആണല്ലോ ക്യാപ്റ്റൻ. ഇപ്പൊ രേണുസുതിക്ക് എന്തോ തലവേദന ഉണ്ട് എന്ന് ഷാനവാസ് പറഞ്ഞപ്പോ തന്നെ അതിൽ കയറി അനീഷ് കയറി പിടിച്ചിട്ട് പറയുകയാണ്, രേണുസുതിക്ക് തലവേദന വരുമ്പോ ഷാനവാസിനും തലവേദന വരേണ്ടതാണല്ലോ എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, ഷാനവാസ് അവിടെ മിണ്ടാതെ റിയാക്ട് ചെയ്യാതെ ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ അനീഷ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അന്ന് മെഡിക്കൽ കാർഡ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത്, ഷാനവാസ് ആണ് അവിടെ മെഡിക്കൽ കാർഡ് ഉപയോഗിച്ചത്, ക്യാപ്റ്റനായിട്ട് എന്നെ ഇത് ചെയ്തില്ലേ, എന്നെ എല്ലാവരും കൂടി അന്ന് ക്രൂശിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഷാനവാസ് അവിടെ ഇരുന്നോണ്ട് പറയുന്നു, നിന്റെ ചൂണ്ടയിൽ ഞാൻ കൊത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നിങ്ങനെ 2 തവണ പറയുന്നുണ്ട്. അപ്പൊ അനീഷ് നിർത്തി മിണ്ടായിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനീഷിന്റെ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, ഒരേ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ആ വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഷാനവാസ് മാത്രമാണെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് ഡീൽ ചെയ്യാൻ അറിയാം. ഈ പുള്ളിയെ നല്ല രീതിക്ക് തന്നെ ഡീൽ ചെയ്യാൻ അറിയാം. അനീഷിനെ തോളത്ത് കൈയിട്ട് നടക്കുന്നത് നമ്മൾ കാണും, അനീഷിനെതിരെ പറയേണ്ടടുത്ത് പറയുന്നത് നമ്മൾ കാണും. അതേപോലെ തന്നെ ഇങ്ങനെ ചൂണ്ടയിൽ കൊത്താൻ ഉദ്ദേശിച്ചിട്ടില്ല നേരിട്ട് സ്ട്രെയിറ്റ് ഓൺ ഫേസ് പറയുന്നത് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഷാനവാസ് നല്ലൊരു മൈൻഡ് ഗെയിമർ ആയിട്ടാണ് തോന്നുന്നത്. ഇന്നാണെങ്കിൽ പോലും ആ ഒരു അത്രയും വലിയ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും ഷാനവാസ് അനീഷിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത്. അവിടെ ആരും അനീഷിനെ അനുകൂലിക്കാതെ ഇരുന്നപ്പോഴും ഷാനവാസ് അനുകൂലിച്ച് സംസാരിച്ചു. അത് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ് ഷാനവാസ് കളിക്കുന്ന ഒരു ഗെയിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.